ഇടുക്കി മൂന്നാർ കല്ലാർ മാലിന്യ പ്ലാന്റിൽ ഒറ്റക്കൊമ്പൻ കാട്ടാന ഇറങ്ങി. മാലിന്യ പ്ലാന്റിന്റെ ചുറ്റുമതിൽ ഇടിച്ചു തകർത്തു. ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. ആന എങ്ങനെ ശാന്തനായിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നെങ്കിലും ആൾ അപകടകാരിയാണെന്ന് കണ്ടോ. ഒറ്റ സെക്കൻഡിലാണ് പുള്ളിക്ക് ഇങ്ങനെ തോന്നുന്നത് എന്തെങ്കിലും ഇടിച്ചു മറിക്കണമെന്നുള്ളത്. അപ്പോൾ പെട്ടെന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. രാഹുൽ വിജയനാണ് കട്ടപ്പനയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഒരു വശത്ത് പടയപ്പ കഴിഞ്ഞ ദിവസം കുറച്ച് പരാക്രമമൊക്കെ കാണിച്ചു. ഇതാ ഇപ്പോൾ ഒറ്റക്കൊമ്പനും. രാഹുൽ വിജയനിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്താമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇടുക്കി മൂന്നാർ കല്ലാറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഒറ്റക്കൊമ്പൻ കാട്ടാന ഇറങ്ങി ചുറ്റുമതിൽ നശിപ്പിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, കേൾക്കാമോ? എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു? പ്രവിധ ഈ കല്ലാർ മാലിന്യ പ്ലാന്റിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ കാട്ടാനകൾ കയറാറില്ലായിരുന്നു. അതിന് കാരണം പഞ്ചായത്ത് ഈ മാലിന്യ പ്ലാന്റിന് ചുറ്റും ഒരു ഫെൻസിങ്, ഇലക്ട്രിക് ഫെൻസിങ് സ്ഥാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കാട്ടാനകൾക്കുള്ളിലേക്ക് കയറാൻ വലിയ പാടായിരുന്നു. നേരത്തെ ഈ പടയപ്പ് ഉൾപ്പെടെയുള്ള മറ്റ് പിടിയാനകൾ ഉൾപ്പെടെയുള്ള ആനകൾ ഈ പ്ലാന്റിൽ വരികയും ഇതിനകത്ത് കയറുകയും വലിയ നാശനഷ്ടം ഉണ്ടാക്കുകയും പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ ഭക്ഷിക്കുകയും ചെയ്തത് നമ്മൾ ആ വാർത്ത നൽകിയിരുന്നതാണ്. ഇതിന്റെയൊക്കെ പിന്നാലെയാണ് പഞ്ചായത്ത് നടപടി സ്വീകരിച്ച് ഫെൻസിംഗ് സ്ഥാപിച്ചത്. ഈ ഫെൻസിംഗ് ഇട്ടതുകൊണ്ട് ഈ കാട്ടാന ഈ മാലിന്യ പ്ലാന്റിന് മുകളിലൂടെ, അതായത് ഉയർന്ന ഭാഗമാണ്, ആ ഉയർന്ന ഭാഗത്തോടെ ഇറങ്ങി ഈ മാലിന്യ പ്ലാന്റിനകത്തേക്ക് വരികയായിരുന്നു. പിന്നീട് ഈ ഉയർന്ന ഭാഗത്തോടെ തിരിച്ച് കയറി പോകാൻ പറ്റിയില്ല ഈ കാട്ടാനയ്ക്ക് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് ഇലക്ട്രിക് ഫെൻസിംഗ് മറികടന്ന് പുറത്തേക്ക് ഇറങ്ങുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ല്ലാത്തതുകൊണ്ട് ചുറ്റും അതിൽ തകർക്കുക, അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുക, അതാണ് സാധ്യതയുണ്ടായിരുന്നത്. അതിനുവേണ്ടി ഈ കാട്ടാന ചുറ്റുമതിൽ തകർത്തതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ജനവാസ മേഖലയിലും അതുപോലെ തന്നെ മൂന്നാറിന്റെ തൊട്ടടുത്തുള്ള മേഖലകളിലും ഈ ഒറ്റക്കൊമ്പൻ കാട്ടാനയുണ്ട്. ഈ കല്ലാർ മാലിന്യ പ്ലാന്റിൽ നിന്ന് അതിറങ്ങി ജനവാസ മേഖലയിലേക്ക് തന്നെയാണ് മാറിയിട്ടുള്ളത്. RRTയുടെ നിരീക്ഷണമുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇതിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയും ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ദൃശ്യങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ, ഈ കാട്ടാന നിൽക്കുന്നതിനോടൊപ്പം തന്നെ ഈ കല്ലാർ മാലിന്യ പ്ലാന്റിനോട് തൊട്ട് മുകളിലായിട്ട് കാട്ടുപോത്തിന്റെ കൂട്ടവുമുണ്ട്. അങ്ങനെ വന്യജീവികളാൽ വലിയ തരത്തിൽ ബുദ്ധിമുട്ടുകയാണ് ഈ കല്ലാർ മാലിന്യ പ്ലാന്റും അതിന്റെ പരിസരവും. അവിടെ ഈ ഈ മാലിന്യ പ്ലാന്റിലെ ജോലിക്കാരുണ്ട്, അവർക്കൊക്കെ വലിയ തരത്തിലുള്ള ആശങ്കയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നിലവിൽ എന്തായാലും ഈ മാലിന്യ പ്ലാന്റിന്റെ ചുറ്റുമതിൽ തകർത്ത് കാട്ടാന പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ജനവാസ മേഖലയിൽ ഈ ഒറ്റക്കൊമ്പനുണ്ട്. അത് ഇച്ചിരി അക്രമകാരി കൂടിയാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുകയും ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.